ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഗാർഡൻ ടൂർ വീഡിയോ ആണ്. ഇതെൻ്റെ വീട്ടിലെ ഗാർഡൻ ആണ്. ഫുൾ ഗാർഡൻ കാണിക്കാമോ എന്നൊക്കെ പല കമൻസും കണ്ടു. അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, ഒരു ഗാർഡൻ ടൂർ ചെയ്യാമെന്ന് കരുതി. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടാണ്. നമ്മൾ നേരത്തെ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ള ഓരോ വർക്കുകളുമാണ് ഇതൊക്കെ ഞാൻ സിറ്റ് ഔട്ടിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇതാ കുടത്തിൽ കുറച്ച് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ സിറ്റ് ഔട്ടിൽ വെച്ചേക്കുന്നതെല്ലാം ഗ്രീൻ ആൾട്ടർനെന്തറ പ്ലാന്റ് ആണ്. ഇത് വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഫ്രണ്ട് സൈഡിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ആൾട്ടർനെന്തറ പ്ലാന്റ്സ് ആണ്. ഇതിനായിട്ട് ഞാൻ പെയിൻറ് ടിന്നൊക്കെയാണ് യൂസ് ചെയ്തത്. പോട്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പെയിൻറ് ടിന്നിൽ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു എന്ന് മാത്രം. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രീൻ ആൾട്ടർനെന്തറ പ്ലാന്റൊക്കെ വെക്കാനായിട്ട് കുറേ കുടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ആ കുടമെല്ലാം നമ്മൾ കലം ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കലമാണ്. അങ്ങനെ പഴയ കുറേ കുടങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ നന്നായിട്ട് പെയിൻ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തത്. ഇതും ഒരു ആൾട്ടർനെന്തറ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതും പെയിൻറ് ടിന്നിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് സിറ്റ് ഔട്ടിലാണ് വെച്ചേക്കുന്നത്. സിറ്റ് ഔട്ടിൽ ആൾട്ടർനെന്തറ പ്ലാന്റ് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വെയിലത്ത് വെച്ചാലും തണലത്ത് വെച്ചാലും ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണിത്. നമ്മളിപ്പോൾ രാവിലെയും വൈകിട്ട് 2 നേരം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വളങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ റൂബി ഗ്രാസ് ഇതൊക്കെ നമ്മൾ ഗാർഡനിൽ കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചേക്കുന്നത്. അവിടെ 2 കൊക്കിനെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തതായിരുന്നു. പിന്നെ നമ്മൾ പെയിൻറ് ടിന്നിൽ ഇതേപോലെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഫാബ്രിക് പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് വരച്ചു കൊടുത്തത്. പെയിൻറ് ടിന്നിൽ ഇങ്ങനത്തെ കുറേ ചിത്രങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അങ്ങനെ കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഗാർഡൻ്റെ പകുതി ഭാഗമാണ് കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ട് ഗാർഡൻ വീഡിയോ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യും. കാരണം ഫുൾ വീഡിയോക്ക് ലെങ്ത്തൊക്കെ കൂടുതലായിരിക്കും ഒരുപാട് കാണിക്കുമ്പം. അത് മാത്രമല്ല നമ്മുടെ മുറ്റത്തിന് നല്ല വിസ്താരമുണ്ട്. അതുകൊണ്ട് ഇന്നൊരു വീഡിയോയിൽ അത് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്യും, എല്ലാം കൂടി കാണിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ഗാർഡൻ്റെ ഫ്രണ്ട് സൈഡും സിറ്റ് ഔട്ടും ഒക്കെയാണ്. ഈ കാണുന്ന ഗാർഡൻ സെറ്റിങ്ങിനെല്ലാം പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് തരണേ. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഗാർഡൻ എത്ര അലങ്കരിച്ചാലും നമുക്ക് മതി വരില്ല. പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഗാർഡൻ ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ടേ ഇരിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും എൻ്റെ ഗാർഡൻ ഒരു ഇൻസ്പിറേഷൻ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു ഗാർഡൻ ടൂറ് കണ്ടിട്ട് എത്രത്തോളം ഇഷ്ടമായി, ഈ ഒരു ഗാർഡനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെയുള്ള കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ല കേട്ടോ. എനിക്ക് എന്തായാലും അത് കാണുമ്പം ഒരു സന്തോഷമാണ്. ആ കമൻസൊക്കെ വായിക്കാൻ ഒരു രസമാണ്. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഗാർഡൻ ഞാൻ 1 രൂപ പോലും ചിലവില്ലാതെ ചെയ്തെടുത്താണ്. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയലുകൾ കൊണ്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിനായിട്ട് പുറത്തുനിന്ന് ഒരു സാധനങ്ങൾ പോലും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരു ഭരണിയും കുറേ ബിയർ കുപ്പി ചേർത്ത് വെച്ചിട്ട് ഒരു പോട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഒരു ഗാർഡൻ വളരെ സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്യാം. നമുക്കത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഈ പ്ലാന്റ്സിനെയൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെയും വൈകിട്ടും എല്ലാം വെള്ളം ഒഴിക്കണം. അങ്ങനെ ഒരു കെയറിങ് ഈ പ്ലാന്റിന് എപ്പോഴും നമ്മൾ കൊടുക്കണം. വലിയ വില കൂടിയ വളങ്ങളൊന്നും യൂസ് ചെയ്യണ്ട. ഞാൻ എപ്പോഴും ചാണകവെള്ളമാണ് എല്ലാ പ്ലാന്റ്സിനും കൂടുതൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ ഗാർഡനിൽ ഒരു ആമ്പൽക്കുളമുണ്ട്. ഇത് കുറേ ഒന്ന് മോടി പിടിപ്പിച്ചെടുക്കാനുണ്ട്. പെട്ടെന്ന് ഗാർഡൻ ടൂർ പലരും ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തതാണ്. എന്തായാലും അതിൻ്റെ കുറേ മേക്ക് ഓവറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യും. എല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ഗാർഡൻ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കൂ. ഇതൊരു വീട് ചെയ്തതാണ് പ്ലാന്റ്സ് കൊണ്ട്.